Neethas Tasteland. ഞാൻ നീത രാജീവ്. നമുക്കിന്ന് ക്രിസ്പി ഓണിയൻ റിങ്സ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടില് ഉള്ള സവാള യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. വീട്ടിലും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ, കുട്ടികൾ മാത്രമല്ല. ഇതില് നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ വൈറ്റ് ഓണിയൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നിർബന്ധമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഓണിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഓണിയൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യുക. റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓണിയൻ റിങ്സ് അത്ര നന്നായിരിക്കില്ല. തിക്കായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഓരോ റിങ്സ് ആയിട്ട് അതിൽ നിന്ന് നമ്മൾ അടർത്തി എടുക്കുക. നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും റിങ്സ് എടുക്കുക. ഞാനിപ്പോ ഒരു സവാള 3 കട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രേ കിട്ടുന്നുള്ളൂ നമ്മൾ ആ ഒരു തിക്നെസ് നോക്കുമ്പോൾ. ചില ഓണിയൻസ് നമുക്ക് 2 എടുക്കാൻ പറ്റുള്ളൂ, 2 പീസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ഞാൻ ഈ പ്രോഗ്രാമിനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയ്ക്ക് തിക്കായിട്ട് എടുത്തത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ സവാളയുടെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതില് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുമ്പോൾ ബ്രെഡ് സ്ലൈസിന്റെ സൈഡിൽ ആ അരിക് വരുന്ന 4 സൈഡിലും വരുന്ന ആ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ അത് വേസ്റ്റ് ആയിട്ട് കളയണ്ട. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ബ്രെഡിന്റെ നടുക്കുള്ള പോർഷൻ മാത്രം യൂസ് ചെയ്യുക. മറ്റത് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻ നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് നമുക്കിപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഡിഷ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്താൽ മതി. അത് വേസ്റ്റ് ആയി പോവില്ല. പക്ഷെ ഇതിൽ നമുക്ക് കൂടുതൽ കാണാൻ ഭംഗി വരുന്നത്, നമ്മുടെ ആ ഓണിയൻ റിങ്സിന് കൂടുതൽ കളർ, നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ ഈ ബ്രെഡിന്റെ നടുക്കുള്ള പോർഷൻ മാത്രം യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ 2 കോട്ടിങ് കൊടുക്കുക. ബ്രെഡ് ക്രംസ് മുട്ടയും യൂസ് ചെയ്തിട്ട് ആ ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവാളയുടെ പുറം ഭാഗം നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു അവസ്ഥയാണ്. നല്ല ഫിനിഷിംഗ് ആണ്. നമുക്കിപ്പോ നമ്മള് കട്ട്ലറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ നമ്മള് പൊട്ടറ്റോ മിക്സ് ഒന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പൊട്ടറ്റോ മിക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിക്കുന്നതനുസരിച്ച് അതിലൊന്ന് കോട്ടായിരിക്കും. ഇതിൽ ആ ഒരു സവാളയുടെ പുറം ഭാഗത്തിന് കുറച്ച് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കോട്ട് ചെയ്താൽ കറക്റ്റായിട്ട് കോട്ടാവില്ല, 2 പ്രാവശ്യം കോട്ട് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ബ്രെഡ് ക്രംസ് നന്നായിട്ട് നമ്മുടെ ഓണിയനിൽ പിടിക്കും. പിന്നെ മുട്ട യൂസ് ചെയ്യേണ്ടെന്നുള്ള ആളുകൾ മൈദപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒണിയൻ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒണിയൻ റിങ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ക്രിസ്പി ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഓണിയൻസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഉപ്പ്, മൈദപ്പൊടി, പെപ്പർ പൗഡർ, കോൺഫ്ലവർ, ബ്രെഡ് ക്രംസ്, മുട്ട. ഞാനിതിപ്പോ ഈ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തത് ബ്രെഡിനെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ നടുക്കുള്ള പോർഷൻ മാത്രം പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോ ഓണിയൻ റിങ്സ് ആയതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ ആ ബ്രെഡിന്റെ 4 സൈഡിലുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള പോർഷൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ട്ലറ്റിന്റെ കളറായി പോകും ഓണിയൻ റിങ്സിന്. അതുകൊണ്ടാണ് ബ്രെഡിന്റെ നടുക്കുള്ള പോർഷൻ മാത്രം എടുത്തത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോ വൈറ്റ് ഓണിയനാണ് ഞാൻ എടുത്തത്. അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഓണിയൻ വെച്ചിട്ട് ചെയ്യാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഓണിയൻസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ റിങ്സ് ആയിട്ട് അടർത്തി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് വളരെ കുറച്ച് മതി. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് മുട്ട യൂസ് ചെയ്യാതെ ചെയ്യാം. മുട്ട യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മള് മൈദപ്പൊടിയുടെ ഒരു മിക്സ്, മൈദപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ പൗഡറിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ ഓണിയൻസും ഒന്ന് പതുക്കെ ഡിപ്പ് ചെയ്തെടുക്കുക. ഈ പൗഡർ ഒന്ന് കോട്ടായി വരണം നമ്മുടെ ഓണിയൻസിൽ, ഓരോ റിങ്ങിലും കോട്ടായി വരണം. അതുപോലെ നമുക്ക് എല്ലാ റിങ്സും പൗഡറിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓണിയൻ റിങ്സ് എല്ലാം മൈദപ്പൊടിയും കോൺഫ്ലവറും പെപ്പർ പൗഡറും ചേർന്ന മിക്സിൽ നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമുക്ക് പെപ്പർ പൗഡറിന്റെ എരിവ് മാത്രമേ ഉള്ളൂ ഈ ക്രിസ്പി ഓണിയൻ റിങ്സിൽ. അപ്പൊ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഓണിയൻ റിങ് എടുത്തിട്ട് നമ്മുടെ എഗ്ഗിന്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമ്മൾ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഓണിയൻ റിങ്സും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതായിപ്പോ നമ്മള് നമ്മുടെ ഓണിയൻ റിങ്സ് ഒരു പ്രാവശ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം. 2 ലെയർ കോട്ടിങ് കൊടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള ഡിഷൊക്കെ ചെയ്യുമ്പോൾ നല്ലത്. ഇതിനായിട്ട് നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് കോട്ട് ചെയ്യാം. അതാണ് നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നതിനേക്കാളും എളുപ്പമായിട്ടുള്ള കാര്യം. നമ്മൾ ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ. നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നമ്മൾ കൈ പിടിക്കുമ്പോൾ ആ കോട്ടിങ് പോവില്ല. നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഓണിയൻ റിങ്സും ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ഓണിയൻ റിങ്സ് ആയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് വന്നാൽ മതി. 3 എണ്ണത്തിൽ കൂടുതൽ എനിക്കിപ്പോ ഇടാൻ പറ്റില്ല. കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ ഒട്ടി ഈ കോട്ടിംഗ് ഒക്കെ പോവും. അപ്പോൾ ഞാനൊരു 3 എണ്ണം വീത് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതുപോലെ തന്നെ ഇരിക്കണം നമ്മുടെ ഓണിയൻ റിങ്സ്. നമ്മൾ 2 കോട്ടിംഗ് കൊടുത്തതുകൊണ്ടാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മള് അടുത്ത ബാച്ച് ഇട്ടതിൽ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മള് ബ്രെഡിന്റെ വൈറ്റ് പോർഷൻ മാത്രം യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഇല്ലെങ്കിലും നമ്മുടെ ബ്രെഡിന്റെ സൈഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡിൽ നമ്മുടെ കട്ട്ലറ്റിന്റെ ഷെയ്ഡിലേ വരുള്ളൂ ഓണിയൻ റിങ്സ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ. ഇതാണ് നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരു കളർ വരുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അധികം എരിവില്ല. ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലും വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ അടുത്ത ബാച്ചിലുള്ള ഓണിയൻ റിങ്സ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റാം. നമ്മൾ ഓണിയൻ റിങ്സ് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ട് മാത്രം വേറെ ജോലികളിലേക്കൊന്നും കടക്കരുത്. പെട്ടെന്ന് തന്നെ കുക്കായി വരും, വേഗം തന്നെ ബ്രൗൺ ആയി തീരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇതിന്റെ കൂടെ തന്നെ നിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അതാ നമ്മുടെ ക്രിസ്പി ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 ലെയർ കോട്ടിങ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് നമ്മുടെ ഓണിയൻ റിങ്സ്. അപ്പോൾ എല്ലാവരും ടൊമാറ്റോ സോസിന്റെ കൂടെ ചേർത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കുക. ചൂടോടെ കഴിക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഓണിയൻസ് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.